വിസ്തീർണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ മധ്യമേഖലാ സെക്രട്ടറി ശ്രീമതി പി ശ്രീദേവി, ഈ സദസ്സിൽ ഉള്ള കൂട്ടായ്മയുടെ ജില്ലാ രക്ഷാധികാരി ശ്രീമതി ഗിരിജ ദേവി, ജില്ലാ സെക്രട്ടറി ശ്രീ ശിവദാസൻ, ജില്ലാ ട്രഷറർ ശ്രീ റഹീം, സദസ്സിലുള്ള ബഹുമാന്യരെ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 17 മുതൽ 21 വരെ സംസ്ഥാന വ്യാപകമായിട്ട് പെൻഷൻ സുരക്ഷ വാരാചരണം നടത്തുകയാണ്. നമ്മുടെ സംഘടന രൂപീകൃതമായി 3 വർഷം കഴിച്ചു. പെൻഷൻ ദിനത്തിന്റെ ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈദ്യുതി ബോർഡിലെ നിലവിലെ പെൻഷൻകാരുടെയും ഈ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാചകമായിട്ടുള്ള വൈദ്യുതി ബോർഡിനെ കമ്പനിയാക്കുന്ന സമയത്ത് ജോലി ചെയ്തിരുന്ന, ഇന്നും സേവനത്തിൽ തുടരുന്ന 19,000 ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ ദിനം 1982 ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്താണോ പെൻഷൻ എന്ന് വിവക്ഷിച്ചത്, അതിനെ നേരെ തലതിരിച്ച് അതിദാരുണമായ ദുരന്തപൂർണമായ ദുര്യോഗത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ KSE ബോർഡും ഇതിലെ ട്രേഡ് യൂണിയനുകളും ഇതിൽ ഉണ്ടായിരുന്ന പഴയ പെൻഷൻ സംഘടനയും എത്തിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒരു 7 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ ദിനാചരണം കടന്നു. സുപ്രീം കോടതി പറഞ്ഞത് പെൻഷൻ എന്ന് പറയുന്നത് തൊഴിലുടമയുടെ ഔദാര്യമല്ല, അത് ജോലിയിൽ നിന്ന് വിരമിച്ചവന്റെ അവകാശമാണ്. അത് കൊടുക്കുവാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ഇല്ല എങ്കിൽ തൊഴിലുടമയെ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ട് പെൻഷൻകാരന്റെ ജീവിത വേതനം വസൂലാക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമം പ്രയോഗിക്കണം എന്നാണ്. എന്നാൽ ഇന്ന് വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ ഇന്നും പണിയെടുത്ത് ജീവിക്കുന്ന 19,000-ൽ പരം വരുന്ന ജീവനക്കാരന്റെയും അവസ്ഥ എന്ന് പറയുന്നത്, അവന് തൊഴിലുടമയില്ല, അവന് പെൻഷൻ നൽകേണ്ട ഉടമയില്ല, അവന് പെൻഷനും ഇല്ലാതാകുന്നു എന്നാണ്. അവന് പെൻഷനുമില്ല, പെൻഷൻ തരേണ്ട ഉടമയുമില്ല. ആരാണ് വൈദ്യുതി ബോർഡിലെ ഈ 60,000-ഓളം വരുന്ന മനുഷ്യ ജീവികൾക്ക് അവന്റെ ഭാവി ജീവിതത്തിൽ, വിരമിക്കൽ ജീവിതത്തിൽ, അവന്റെ ആശ്രിതർക്കുള്ള കുടുംബ പെൻഷൻ കൊടുക്കേണ്ടത്? ആരാണ് എംപ്ലോയർ? അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആണെന്ന് ഏതെങ്കിലും പമ്പര വിഡ്ഢികൾ ഈ നാടിന്റെ മുക്കിലും മൂലയിലും കോപ്പറേറ്റ് വിശദീകരിച്ചാൽ സുരക്ഷിതമാകുന്നതല്ല പെൻഷൻ. ആർക്കെങ്കിലും വേണ്ടി ഫണ്ട് പിരിച്ചാലും, ആരെങ്കിലും കൊടി ചുമന്ന് ഭരണത്തിലേറ്റാനും ഭരണത്തിൽ നിന്ന് വലിച്ചിടാനും പണിയെടുത്താൽ സുരക്ഷിതമാകുന്നതല്ല വൈദ്യുതി ബോർഡിലെ പെൻഷൻ എന്ന് തലയ്ക്കകത്താൽ താമസമുള്ള ആരെങ്കിലും ഈ സ്ഥാപനത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ നേതാവുണ്ടെങ്കിൽ, അവനിത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് അവനോടുള്ള ആത്മനിന്ദയാണ് എന്ന് ഞാൻ പറയും. കാരണം വൈദ്യുതി ബോർഡിലെ ഈ 60,000-ൽ പരുന്ന മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് KSEB ലിമിറ്റഡ് എംപ്ലോയീസ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ്. അത്
1882 ഇന്ത്യൻ ട്രസ്റ്റ് നിയമമനുസരിച്ച് 2015 ഫെബ്രുവരി മാസം 10 സർക്കാർ നിയമിച്ച ട്രസ്റ്റികൾ പേരൂർക്കട സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റ് ആണ്. അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടുപോകുന്നു വിവരദോഷികൾ. ഇലക്ട്രിസിറ്റി ബോർഡിലെ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകൾ മന്ദബുദ്ധികളായി വാർദ്ധക്യത്തിൽ മാറിയാൽ അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാം. പക്ഷേ ഇന്ത്യൻ ട്രസ്റ്റ് നിയമമനുസരിച്ചുള്ള ട്രസ്റ്റും ഇന്ത്യയിലെ കമ്പനി നിയമമനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും രണ്ടു സ്ഥാപനങ്ങൾ. ആ മാസ്റ്റർ ട്രസ്റ്റിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ 11 ട്രേഡ് യൂണിയനുകൾ 2014 ആഗസ്റ്റ് മാസം 1 11 യൂണിയനുകളുടെ പ്രതിനിധികളായി 21 പേർ കയ്യൊപ്പിട്ട ത്രികക്ഷി കരാറിലെ ഏതെങ്കിലും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. ത്രികക്ഷി കരാറിലെ 2K, ഒന്നുകൂടി കുറിച്ചോളൂ, 2K എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഫണ്ടിന്റെ വരുമാനം ഉണ്ടാക്കി, മാസ്റ്റർ ട്രസ്റ്റ് വരുമാനം ഉണ്ടാക്കി. ആ വരുമാനം ഉപയോഗിച്ച് കൊടുക്കേണ്ട സാധനമാണ് ഈ പെൻഷൻ. അല്ലാതെ കിണ്ണാമാണ്ടി പറഞ്ഞു നടന്നാ പോരാ. അവരുടെ പെൻഷൻ അങ്ങനെ പെൻഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാഷ് ഫ്ലോയിൽ നിന്നാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കറന്റ് ചാർജിൽ നിന്നാണ്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD പറയുന്നത് പോലെ, NS പിള്ള പറയുന്നത് പോലെ മാസ്റ്റർ ട്രസ്റ്റ് നമുക്കെടുത്ത് പുട്ടടിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് കറണ്ട് കാശ് വരുമ്പോ കൊടുക്കാം എന്ന് കാണിക്കാൻ ഉണ്ടാക്കിയതല്ല. 2014 ആഗസ്റ്റ് 1 ഇലക്ട്രിസിറ്റി ബോർഡിലെ വർക്കേഴ്സ് അസോസിയേഷന്റെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ KO ഹബീബ് 1ാം കക്ഷിയായി ഒപ്പിട്ടിരിക്കുന്ന ത്രികക്ഷികര. ഹബീബ് ജീവിച്ചിരിപ്പുണ്ട്, അന്വേഷിക്കണം. വർക്കേഴ്സ് അസോസിയേഷന്റെ അഭിനവ നേതാക്കന്മാർ അന്വേഷിക്കണം. അതാണ് മാസ്റ്റർ ട്രസ്റ്റ്, അതാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻ വ്യവസ്ഥ. അങ്ങനെ മാസ്റ്റർ ട്രസ്റ്റിലേക്ക് എന്നുവരെയുള്ള ബാധ്യത സർക്കാർ കൊടുക്കും, എന്നുവരെയുള്ള സർക്കാർ ബാധ്യത കൊടുക്കും. നമ്മുടെ ട്രാൻസ്ഫർ സ്കീമിന്റെ കൈമാറ്റ പദ്ധതിയുടെ പഴയ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോ നിലവിലുള്ള 2015 ജനുവരി മാസം 28 ഈ ആണ്ട് തീയതികളൊക്കെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ ഒന്ന് പഠിക്കണം. കുറിച്ചു വെച്ചിട്ട് ഇമ്പോസിഷൻ എഴുതി പഠിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വെള്ളെടുത്തൊന്നും ബാധിച്ചു കാണില്ല. അപ്പോ 2015 ജനുവരി മാസം 28 ഇപ്പൊ നിങ്ങൾ ഇറക്കിയ പവർ സെക്രട്ടറിയുടെ അയാളുടെ വീട്ടിൽ പട്ടിയെ നോക്കാൻ ഇറക്കിയ ഒരു ഉത്തരവുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് അങ്ങനെയല്ലേ? പവർ സെക്രട്ടറി ഏകപക്ഷീയമായി ഇറക്കിയ ഉത്തരവ്. ഈ പവർ സെക്രട്ടറി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? കേരള സർക്കാരിന്റെ ഭരണം നിർവഹിക്കാനുള്ളതാണ്. ഈ പവർ സെക്രട്ടറി ആരാകട്ടെ, ജ്യോതിലാലാകട്ടെ, അതിനു മുമ്പുണ്ടായിരുന്ന നമ്മുടെ നിങ്ങളുടെ സ്വന്തം ആളായിരുന്ന എന്താണ് ഞാൻ മറന്നുപോയി, ശിവശങ്കരനാവട്ടെ, ആരും ആകട്ടെ. അപ്പോ ആ ഉത്തരവ് സർക്കാരിന് വേണ്ടി നിശ്ചിത വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുന്ന ഉത്തരവ് 2015 അതും ഏകപക്ഷീയമായിരുന്നു. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ ആര് കട്ടോട്ട് പോകും? നാണമില്ലാത്തവൻ കട്ടോട്ട് പോകും. അതും ഏകപക്ഷീയമായിരുന്നു. കാരണം ആദ്യത്തെ ഒറിജിനൽ ട്രാൻസ്ഫർ സ്കീം 2013 ഒക്ടോബർ മാസം 31 സർക്കാരിന് നിക്ഷിപ്തമായിരുന്ന 2008 സെപ്റ്റംബർ മാസം 25 സർക്കാർ ഏറ്റെടുത്ത KSEB ലിമിറ്റഡിന്റെ ആസ്തി ബാധ്യതകൾ 2013 ഒക്ടോബർ മാസം 31 ഒരു ട്രാൻസ്ഫർ സ്കീം കൈമാറ്റ പദ്ധതി വഴി ഇറക്കിയ ഉത്തരവിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, ആ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രാൻസ്ഫർ സ്കീമിൽ എന്തെങ്കിലും ഭേദഗതികളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തണമെങ്കിൽ
ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബന്ധപ്പെട്ട കക്ഷികളുമായി, ട്രേഡ് യൂണിയനുകളുമായി ആലോചിച്ച് സമന്വയത്തിലിരുത്തി സാധ്യമല്ലെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ ഉത്തരവിറക്കാം. അപ്പോ ഈ 2015 ജനുവരി മാസം 28 ഒന്നാമത്തെ അമെന്റ്മെന്റ് ഇറക്കി. നിങ്ങൾ ഡ്യൂട്ടി തന്നെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. കൊടിച്ചി പട്ടികൾ പറയുന്ന പോലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വരുന്നതാണോ ഡ്യൂട്ടി? ഇത് ട്രാൻസ്ഫർ സ്കീമിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വരെയാണ് ഡ്യൂട്ടി എന്ന്. 2023 ഒക്ടോബർ മാസം 31 വരെയാണ് ഡ്യൂട്ടി എന്ന് ട്രാൻസ്ഫർ സ്കീമിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ത്രികക്ഷി കരാറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? കമ്പനി ആകുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബാധ്യത നിർണയിച്ചിട്ടില്ല. കമ്പനി ആകുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ബാധ്യതയായി തിട്ടപ്പെടുത്തിയിരുന്നത് 2011 സെപ്റ്റംബർ 30 ബാധ്യതയാണ്. 2 കൊല്ലം മുമ്പുള്ളതാണ്. 2 കൊല്ലവും 1 മാസം മുമ്പും ഉള്ള ആക്ച്വറിയൽ വാല്യുവേഷനെ നടന്നിട്ടുള്ളൂ, മൂല്യനിർണ്ണയമേ നടന്നിട്ടുള്ളൂ. അന്ന് കണക്കാക്കിയിരുന്ന പെൻഷൻ ബാധ്യതയാണ് 7584. ആ 7584 കോടി രൂപയ്ക്കുള്ള സ്കീമാണ് നമ്മുടെ ട്രാൻസ്ഫർ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലാതെ കമ്പനി ആവുന്നത് വരെയുള്ള ബാധ്യതയല്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ത്രികക്ഷി കരാറിൽ എന്ത് പറഞ്ഞു? ഈ 7584 രൂപ അതിന്റെ 35.4% സർക്കാർ വഹിക്കും. ബാക്കി 64.6% KSEB ലിമിറ്റഡ് വഹിക്കും. അങ്ങനെ ഞങ്ങൾ വഹിക്കേണ്ട, സർക്കാർ വഹിക്കേണ്ട ബാധ്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഡ്യൂട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുവരെയുള്ള, കമ്പനി ആകുന്നതിന് മുമ്പ് വരെയുള്ള ഡ്യൂട്ടി അനുവദിച്ചിട്ടുണ്ട്. 31/3/2012 വരെ നിങ്ങളുടെ കൈവശമുള്ള ഡ്യൂട്ടി ഈ പെൻഷൻ ബാധ്യത നിർവഹിക്കാൻ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഈ 7584 കോടി രൂപ പിന്നീട് കമ്പനി ആകുന്നത് വരെയുള്ള മൂല്യനിർണ്ണയം, പെൻഷൻ ബാധ്യത നടത്തുമ്പോൾ അതിനേക്കാൾ കൂടുതലായി വരികയും 31/10/2013 ഫണ്ടിംഗ് സ്കീമിൽ പറഞ്ഞിരിക്കുന്ന തുക തികയാൻ, അങ്ങനെ തികയാതെ വരുന്ന തുകയും 35.4 എന്ന് പറയുന്ന ശതമാനം എന്ന് പറയുന്ന അനുപാതത്തിൽ സർക്കാർ നിർവഹിച്ചുകൊള്ളാം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുക, ആ കാലം മുഴുവൻ ഇലക്ട്രിസിറ്റി സർക്കാർ ഡ്യൂട്ടി തരുമെന്നല്ല അതിന്റെ അർത്ഥം. സർക്കാർ ഡ്യൂട്ടി തരുമെന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ത്രികക്ഷി കരാർ ഉണ്ടാക്കി, ട്രാൻസ്ഫർ സ്കീം ഉണ്ടാക്കി. ട്രാൻസ്ഫർ സ്കീമിന്റെ വ്യവസ്ഥകൾ ഏറ്റവും സംക്ഷിപ്തമായി പറഞ്ഞാൽ, കമ്പനി ആകുന്നത് വരെയുള്ള ബാധ്യത അതിന്റെ 35.4% സർക്കാർ തരും. 64.6% ഇലക്ട്രിസിറ്റി ബോർഡ് വഹിക്കണം. അതുകൊണ്ട് നമ്മുടെ ബാധ്യത തീരുവോ? ഇല്ല. ഓരോ വർഷവും പെൻഷൻ ബാധ്യത വർദ്ധിക്കും. അല്ലെങ്കിൽ ഇന്ന് സർവീസിലുള്ള ആളുകൾ റിട്ടയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷനാണോ അവർക്ക് കിട്ടുക? അല്ല. ശമ്പള പരിഷ്കരണ ഉത്തരവ് ഉണ്ടാകും, ക്ഷാമാശ്വാസം ഉണ്ടാകും, ഗ്രാറ്റുവിറ്റി ചിലപ്പോൾ കൂടിയെന്ന് വരും, അല്ലെ? ഇലക്ട്രിസിറ്റി ബോർഡിൽ ഗ്രാറ്റുവിറ്റി ഇപ്പോഴത്തെ തുകയായിട്ട് അധിക നാളായിട്ടില്ല. പെൻഷൻ കമ്പ്യൂട്ടേഷൻ 40% അധികമായിട്ടില്ല. ചിലപ്പോ പെൻഷൻ കമ്പ്യൂട്ടേഷൻ 60% എന്തുവാകാം. അപ്പൊ അങ്ങനെ തികയാതെ വരുന്ന വാർഷിക അധിക ബാധ്യതയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്യണം? വാർഷിക പെൻഷൻ വിഹിതം മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കണം. വാർഷിക പെൻഷൻ വിഹിതം മാസ്റ്റർ ട്രസ്റ്റിന് കൊടുക്കണം. ഇത് തെറ്റല്ല. കാരണം എന്താണ്? ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനി ആയപ്പോ ആളുകളെല്ലാം പിരിച്ചുവിട്ടു എന്ന് വിചാരിച്ചു. രണ്ടാമത് KSEB ലിമിറ്റഡിലേക്ക് ആളുകളെ എടുത്താൽ ആ ആളുകൾക്ക് ഏത് സ്കീമായിരിക്കും പെൻഷൻ? NPS ആയിരിക്കും. അങ്ങനെ NPS ബാധകമായ തൊഴിലാളി ഇലക്ട്രിസിറ്റി ബോർഡിന് വേണ്ടി പണിയെടുത്താൽ അവന് 10% പെൻഷൻ വിഹിതം ആര് കൊടുക്കണം? KSEB ലിമിറ്റഡ് കൊടുക്കണം.
അപ്പൊ 2013 നമ്മളേതാണ്ട് 26,000-27,000 ജീവനക്കാരെ KSEB ലിമിറ്റഡ് കൊടുത്തു. അവനൊക്കെ കഴുതയെ പോലെ പണിയെടുത്ത് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ആകാശത്തേക്ക് നോക്കിയിരുന്ന് വായു രക്ഷിക്കണമെന്നാണോ ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻകാരും മാനേജ്മെന്റും പറയുന്നത്? അത് നല്ല ചുട്ടാട്ടി. ഇലക്ട്രിസിറ്റി ബോർഡിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കാലു മടക്കി കൊടുക്കാൻ തന്റെ ഇടമില്ല. അതാണ്. അപ്പൊ വിവരദോഷം പറഞ്ഞ് എഴുന്നള്ളിച്ച് നടന്നാൽ പെൻഷൻ ഒന്നും കിട്ടില്ല. അങ്ങനെ പറയുമ്പോ അവര് കോൺഗ്രസ്സുകാരാണ്, ഇവര് മാർക്സിസ്റ്റുകാരാണ്, മറ്റേവര് നക്സലൈറ്റുകാരാണ്, അവർ RSSകാരാണ്. ഇവരൊക്കെ മനുഷ്യരാണ്. ഇവരൊക്കെ പെൻഷൻ കൊണ്ട് ഉപജീവിക്കേണ്ട മനുഷ്യരാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ അവരുടെ യൗവനകാലം ചെലവഴിച്ച് പിരിഞ്ഞുപോയ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് പിരിഞ്ഞുപോയ മനുഷ്യരാണ്. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാകും, മാർക്സിസ്റ്റുകാരുണ്ടാകും, RSSകാരുണ്ടാകും, നക്സലൈറ്റുകളുണ്ടാകും, മുടന്തരുണ്ടാകും, ഭ്രാന്തരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്ന് ഉണ്ടായിരുന്ന തലയ്ക്ക് വെളിവുണ്ടായിരുന്ന നിങ്ങളുടെയൊക്കെ മുൻകാല ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ത്രികക്ഷി കരാറുണ്ടാക്കി നിങ്ങൾ ഉടുത്തത്. ആ ഉടുത്തത് ഉരിഞ്ഞു കൊണ്ടുപോയിട്ട് അറിയാത്ത എരപ്പാളികളുടെ കേദാരമായി ഇലക്ട്രിസിറ്റി ബോർഡ്. അതിൽ കരാർ ഒപ്പിട്ടവരുണ്ട്, ഇപ്പോ ഒപ്പിടാത്തവരുണ്ട്, ഇപ്പോ കരാർ കണ്ടിട്ടില്ലാത്തവരുണ്ട്, കരാർ തൊഴിലാളിയുണ്ട്, സകല ആളുകളുണ്ട്. എന്താ മാസ്റ്റർ ട്രസ്റ്റ്? എന്താ ത്രികക്ഷി കരാർ? എന്താണ് ട്രാൻസിസ്റ്റർ? നമുക്ക് സ്ഥലം മാറ്റം വേണം, നമുക്ക് സ്ഥലം മാറ്റം വേണം, നമുക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം വേണം. മനസ്സിലായോ? നമുക്ക് കോൺട്രാക്ട് നിയമനം വേണം. അതിനുവേണ്ടി റെക്കമെൻഡേഷൻ ഉണ്ട്. ഇതാണ് ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകൾക്കുള്ള സംഘടനയല്ല കൂട്ടായ്മ, അതല്ല കൂട്ടായ്മ. അപ്പൊ 2015 ട്രാൻസ്ഫർ സ്കീം അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തിട്ട് സർക്കാർ ഡ്യൂട്ടിയുടെ കാലാവധി മൂല്യനിർണ്ണയം നടത്തി പരിഷ്കരിച്ച 7,584 പകരം എത്രയായി ഈ കമ്പനിയാകുന്ന സമയത്തെ ബാധ്യത? 12,419 കോടി രൂപയായി. കമ്പനിയാകുന്ന സമയം 2011 കണക്കാക്കിയത് 2 കൊല്ലം കഴിഞ്ഞപ്പോ പെൻഷൻ ബാധ്യത ഏകദേശം 5,000 കോടി രൂപ വർദ്ധിച്ചു. അങ്ങനെ 12,419 കോടി രൂപയായപ്പോൾ 12,410 കോടി രൂപയ്ക്ക് വേണ്ടി നമ്മുടെ കൈമാറ്റ പദ്ധതിയിലെ മാസ്റ്റർ ട്രസ്റ്റിലേക്കുള്ള ഫണ്ടിംഗ് വ്യവസ്ഥയായ 6-9 5 ഉപവകുപ്പുകൾ കൂടിയുള്ള 6-9 പരിഷ്കരിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻകാർ അറിഞ്ഞില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയൻകാർ അറിഞ്ഞില്ല. പെൻഷൻകാരെ കുറിച്ച് അറിയണ്ടല്ലോ. അവരിപ്പോ KV ഗണേഷ് കുമാറുമായിട്ടുള്ള കേസിലാണ്. പാട്ടക്കരാർ, മണിയാർ പോലെ മറ്റൊരു പാട്ടക്കരാറാണ്. അതായത് ഇലക്ട്രിസിറ്റി ബോർഡിൽ പണ്ട് എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന അന്യാധീനപ്പെട്ടു പോയ ധാരാളം സ്ഥലത്തുകൾ. അതിൽ അവശേഷിക്കുന്ന ആരെയോ കൊണ്ട് ഒരു കള്ളപ്രമാണം ഉണ്ടാക്കി വൈദ്യുതി ഭവന് എതിർവശത്തുള്ള 12 സെന്റ് സ്ഥലം 99 കൊല്ലത്തേക്ക് പാട്ടത്തിനെടുത്ത് ഒരു പെൻഷൻ സംഘടനയുടെ ഒരു അവസ്ഥ ആലോചിക്കുക. ഇതാരാണ്? ടാറ്റ കണ്ണദേവൻകാരനാണോ? നമ്മുടെ കേരളത്തിൽ അങ്ങനെയൊക്കെ കരാർ 1 രൂപയ്ക്ക് ഗോൾഫ് ക്ലബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൻദേവൻ മൂന്നാറിൽ പാട്ടത്തിനെടുത്തിട്ടുണ്ട് 100 കൊല്ലത്തേക്ക്. പിന്നെ നമ്മുടെ മുല്ലപ്പെരിയാർ പ്രശസ്തമായ കരാർ. ഇങ്ങനെ കരാറുപാട് നടത്തിയപ്പോഴാണ് ബാലകൃഷ്ണപിള്ളയുടെ മകൻ KV ഗണേഷ് കുമാർ, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി, പുള്ളി നോക്കിയപ്പോ പുള്ളിയുടെ അച്ഛന്റെ പേര് 1 ലെറ്റർ എടുത്തു. ഈ എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയന്റെ പഴയ ഒരു കടലാസ് പുള്ളി എവിടെയോ ഉമിയൊക്കെ കൊടുത്ത് മഞ്ഞ നിറത്തിലാക്കി നോക്കിയപ്പോ അതിൽ പ്രസിഡന്റ് R ബാലകൃഷ്ണൻ. ഉടനെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ കേസ് തീർക്കാൻ നടക്കണവർക്ക് പെൻഷൻ പരിഹരിക്കാൻ പറ്റൂ? ഇല്ല. അവരുടെ പാട്ടം പോകും, അവരുടെ പാട്ടയ്ക്ക് വരും, അവരുടെ കാണിക്കപ്പാട്ടോ അത് ചോരും. ഈ കാണിക്കപ്പാട്ടയും അടച്ചു വെച്ചുകൊണ്ട് പണ്ട് ഇംഗ്ലീഷ് കഥയിലെ റോക്കോൾ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ചാകാൻ നേരത്തെ ചാക്കിനകത്ത് കാശാക്കി അതിൽ കിടന്ന് ഉരുണ്ട് മരിച്ചുപോയ ഒരു പിശുക്കന്റെ കഥയാണ് ദി മൈസാർ എന്ന് പറയുന്നത്. അവരുടെ കഥയാണെന്ന് ഞാനിപ്പോ അതിലെ ഒരു കഥാപാത്രമാണ് റോക്കോൾ എന്നാണ് കഥ. അദ്ദേഹം ഭയങ്കര പിശുക്കനായിരുന്നു. അപ്പൊ ചാക്കിന് 3 തട്ടുണ്ടാക്കി അതിനകത്തുള്ള കാശ് മുഴുവൻ
നിറച്ചിട്ട് രോഗാവശനായി കിടക്കുന്ന സമയത്ത് കത്തിന് അതിന്റെ മൊത്തം. ഇതുപോലെ പെൻഷൻകാരന് പാട്ടഭൂമിയാണ്, കുഴിച്ചിടാൻ വേണ്ടിയായിരിക്കും, ചിലപ്പോ സെമിത്തേരി പണിയാൻ വേണ്ടിയായിരിക്കും, നല്ല കാര്യം. അപ്പോ ഇതാണ് പെൻഷൻ സംഘടന. ഇവരാരും ഇത് അറിഞ്ഞില്ല. 2000 സർക്കാരിന്റെ 35% ബോർഡിന്റെ 65% കമ്പനിയാവുന്ന ബാധ്യത നിർണയിച്ച് സ്കീം ഉണ്ടാക്കിയതിന്റെ തുടർന്ന് പിൻവലിച്ചു. അങ്ങനെയാണ് വ്യവസ്ഥ. അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കമ്പനി ആക്കുന്നതെന്ന് പെൻഷൻ ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലോകത്ത് ഒരു കമ്പനിയും പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ. പഴയ ആളുകൾക്ക് പെൻഷൻ കൊടുക്കും ഇല്ല. അപ്പോ പിന്നീട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ, പിന്നീട് പണിയെടുക്കുന്ന ആളുകളുടെ അധിക പെൻഷൻ ബാധ്യതയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിൽ 9E ഈ ട്രാൻസ്ഫർ സ്കീമിന്റെ 5ാമത്തെ ഭേദഗതി ചെയ്ത 6-9 എന്ന് പറയുന്ന വ്യവസ്ഥയിലെ 5ാമത്തെ വ്യവസ്ഥ അതെന്താണ്? എല്ലാ വർഷവും പെൻഷൻ ബാധ്യത കൃത്യമായി കണക്കാക്കുവാൻ ആക്ച്വറിയൽ വാല്യുവേഷൻ നടത്തണം. അങ്ങനെ ആക്ച്വറിയൽ വാല്യുവേഷൻ നടത്തി കിട്ടുന്ന ബാധ്യത എത്രയാണോ അത് മാസ്റ്റർ ട്രസ്റ്റിൽ നിന്നുള്ള വരുമാനത്തെക്കാൾ അധികമായാൽ ആ അധിക ബാധ്യതയ്ക്ക് വാർഷിക പെൻഷൻ വിഹിതം KSEB ലിമിറ്റഡ് കൊടുക്കണം. ഇതാ 2015 ജനുവരി മാസം 28-ാം തീയതി ഇത് അമെൻഡ് ചെയ്തു, നിലവിൽ വന്നു. ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ ആരും അറിഞ്ഞില്ല. 2015 ഫെബ്രുവരി മാസം 10-ാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു. ഇൻകം ടാക്സ് എക്സംഷന് വേണ്ടി അപേക്ഷിച്ചു. 2016 ഇൻകം ടാക്സിന്റെ ഇളവ് കിട്ടി. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നു. 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നു. നിലവിൽ വന്നപ്പോ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്തു? 8144 കോടി രൂപയുടെ കടപ്പത്രം മാസ്റ്റർ ട്രസ്റ്റിന് കൊടുത്തു. അതാണ് ഫണ്ടിങ് വ്യവസ്ഥ. 2 ബോണ്ടുകളാണ് പെൻഷൻ ബാധ്യത നിർവഹിക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുക്കേണ്ടത് കമ്പനി ആവുന്നവര്. അതിൽ ആദ്യത്തെ ബോണ്ട് 3751 കോടി രൂപയുടെ 10 കൊല്ലത്തേക്കുള്ള 9% ബോണ്ട്. അത് നമ്മുടെ പെൻഷൻ ബാധ്യതയുടെ 35%. ആ ബോണ്ടിന്റെയും അത് 10 കൊല്ലത്തേക്കുള്ള അതിന്റെ പലിശയും കൂടി കൂട്ടിയാണ് സർക്കാർ എന്ത് തരുന്നത്? ഡ്യൂട്ടി 2023 ഒക്ടോബർ മാസം 31-ാം തീയതി വരെ 5861 കോടി രൂപ കൊടുത്തത്. 5861 കോടി രൂപ 2017 ഏപ്രിൽ മാസം 1-ാം തീയതി മാസ്റ്റർ ട്രസ്റ്റ് നിലവിൽ വന്നതോടെ ഇലക്ട്രിസിറ്റി ബോർഡ് 8144 രൂപയുടെ 2ാമത്തെ ബോണ്ട് കൊടുത്തു. അപ്പൊ എത്രയായി? 13,800 ജില്ലാധിപതി. ബാക്കി വരുന്ന 524 കോടി രൂപയാണ് ബജറ്റ് വിഹിതമായിട്ട് വാട്ടർ അതോറിറ്റിയുടെ കറണ്ട് ചാർജ് ഇനത്തിൽ നമുക്ക് 10 കൊല്ലത്തേക്ക് ബജറ്റ് വിഹിതമായിട്ട്. അങ്ങനെ 12,419 കോടി രൂപയുടെ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞു. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ത് ചെയ്യണം? ഡ്യൂട്ടി കിട്ടി. ഡ്യൂട്ടിയുടെ കണക്ക് ചോദിച്ചപ്പോ 5,861 കോടി രൂപയ്ക്ക് വരെ 7,000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ 3,751 കോടി രൂപ മാസ്റ്റർ ട്രസ്റ്റിന്റെ മുതലാണ്. അത് വിത്താണ്. അതിന്റെ പലിശയിൽ നിന്നാണ് പെൻഷൻ കൊടുക്കേണ്ടത്, അല്ല അതെടുത്തല്ല. ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പൊ പുസ്തകം എഴുതി വെച്ചിരിക്കുക. 2014 മുതൽ കൊടുത്തുള്ള പെൻഷൻ പഠിച്ചല്ലോ പറഞ്ഞ 1,500 കോടി രൂപ അങ്ങോട്ട്. അത് പണ്ട് പലചരക്ക് കച്ചവടം വെച്ച പോലെയാ. മരിയ പറ്റി 57 രൂപ, പിന്നെ ജാസ്മിൻ പറ്റി 48 രൂപ, ഗോപാലൻ പറ്റി 64 രൂപ. ഏറ്റവും അവസാനം ആകെ പറ്റിച്ചത് എത്ര? അതുപോലെയാണ്. അങ്ങനെയല്ല, ഈ ബോണ്ടുകളുടെ മുതൽ, ആ മുതൽ മാസ്റ്റർ ട്രസ്റ്റിന്റെ കോർപ്പസ് ഫണ്ടാണ്. ആ മൂലധനം എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിന് കടമെടുക്കാം, പക്ഷെ പലിശ കൊടുക്കണം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് പെൻഷൻ കൊടുക്കേണ്ടത്. ആ വരുമാനം തികയാതെ വന്നാലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാ വർഷവും അഡീഷണൽ പെൻഷൻ ലയബിലിറ്റിക്ക് ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ, വാർഷിക പെൻഷൻ വിഹിതം.
2017 എല്ലാം സജ്ജമായില്ലേ? ആയി. 2013 ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനി ആവുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ ബാധ്യത എത്രയായിരുന്നു? 800 കോടി രൂപയായിരുന്നു. 800 കോടി രൂപ. 2017 ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ ബാധ്യത എത്രയായിരുന്നു? 1000 ചില്ലാനും കോടി രൂപയായിരുന്നു. ഈ പറയുന്ന ട്രാൻസ്ഫർ സ്കീം അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് 2017 ഏപ്രിൽ മാസം 1-ാം തീയതി കിട്ടേണ്ട തുക എന്ന് പറയുന്നത് 1975 കോടി രൂപയാണ്. എവിടെ ബാക്കി കാശ്? നിങ്ങൾ മൂലധനം ഉൾപ്പെടെ കൊടുത്തോ, ബാക്കി കാശ് എവിടെ? മാസ്റ്റർ ട്രസ്റ്റിൽ അടയ്ക്കേണ്ട ഒരു പൈസ പോലും അടയ്ക്കാതെ ഇലക്ട്രിസിറ്റി ബോർഡ് ആ പണം എന്ത് ചെയ്തു എന്നിന്നും അറിയില്ല. ഇത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇതിന് സമാധാനം പറയിപ്പിക്കുക എന്നതാണ് കേട്ടോ ഇവിടെ ലക്ഷ്യം. ഇത് വൈദ്യുതി ബോർഡിലെ 60,000 മനുഷ്യർക്ക് പെൻഷൻ കൊടുക്കാനുള്ള കാശെടുത്ത് വകമാറ്റി ചിലവഴിച്ച കുരുത്തം കെട്ടവരുടെ നടപടിയാണ്. അതനുവദിക്കാൻ കഴിയില്ല. അതിന് കൂട്ടുനിന്നവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇന്നലെ കരാർ ഒപ്പിട്ടവനും കരാർ ഒപ്പിടാത്തവനും കരാറ് കാണാത്തവരും കരാർ കത്തിച്ചവനും വഴിയെന്നറിയാത്തവനും ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. കാരണം തനിച്ചിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് സിംഹാടനീരങ്ങളുടെ സംഘടനയായി മാറിയിരിക്കുന്നു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷനുള്ള നമ്മുടെ റെഡ് സീരീസിലുള്ള ചുവപ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘടനയാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ. അത് എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയൻ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിട്ടുള്ള പഴയ പല സംഘടനകൾ പോലെ പല സംഘടനകളുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും എല്ലാ നേതാക്കന്മാരും ഒക്കെ വഹിച്ച പല സംഘടനകൾ പോലെ അതാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരന് പെൻഷൻ ആവശ്യമാണ്. അപ്പോ അങ്ങനെ കരാർ വായിക്കാതെ കരാറിനെതിരായ ആളുകളും കരാറിന് അനുകൂലിക്കുന്ന ആളുകളും പെൻഷൻ ഫണ്ട്, ഒരാൾ പറയുന്നു മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുക, പെൻഷൻ ഫണ്ട് അനുവദിക്കുക, ഒരു പോസ്റ്ററിലാണ് കേട്ടോ, NCCOയുടെ കോമൺ പോസ്റ്റർ. അതിലൊരു ഘടകകക്ഷിയുടെ പോസ്റ്ററാണ് മഴമഴ കുടകുട മഴ വന്നാൽ ഹോസ്പിറ്റൽ. അതെന്താണ്? അതിലൊരു ഡിമാൻഡാണ് പെൻഷൻ സുരക്ഷ, ജീവിത സുരക്ഷ. ഇതൊരു സംഘടനയുടെ പോസ്റ്റർ. ഇത് കരാറും ബഹിഷ്കരിച്ച് പെൻഷൻ ഫണ്ട് അപ്പായോ എന്ന് എഴുതി വെച്ചതിന്റെ പൊക്കത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പെൻഷൻ സുരക്ഷ, ജീവിത സുരക്ഷ, മഴമഴ കുട വന്നാൽ പോക്കും. ഇമ്മാതിരി കോമാളികളുടെ വേഷം കെട്ടും ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ ഇത്രയും പാരമ്പര്യമുള്ള 1984 മുതൽ ഇവിടുത്തെ CLR, അതിനു മുമ്പ് CLR തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ സമരം ചെയ്ത് അവകാശം നേടിയ ഈ സംഘടനയിൽ ഇത്തരം കോമാളികൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇരുകൈയും കൂടി നിർഗന്ധം വയ്ക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഇത് പെൻഷൻ മുടങ്ങുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയല്ല പറഞ്ഞത്. ആരാ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ CMD ആണ് ഊർജ വകുപ്പ് സെക്രട്ടറിക്ക് കത്തെഴുതിയത്. 10 വർഷത്തേക്ക് കൂടി ഡ്യൂട്ടി നീട്ടിത്തരണം, കടപ്പത്രം പുറപ്പെടുവിക്കുവാൻ അനുമതി നൽകണം. അപ്പോ അതില്ലെങ്കിൽ പെൻഷൻ മുടങ്ങും. എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയന്റെ ഏതെങ്കിലും ജനറൽ ബോഡി, ഞാൻ പറയുന്നു ഈ പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന 2021 നവംബർ മാസം 1-ാം തീയതി പ്രവർത്തിക്കുന്നത് വരെ പോട്ടെ, 2022 വരെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏതെങ്കിലും ഒരു സംഘടന പെൻഷൻ സുരക്ഷ സംബന്ധിച്ച ഒരു പ്രമേയമോ ഒരു തീരുമാനമോ ഒരു അഭിപ്രായമോ രൂപീകരിച്ചിട്ടുണ്ടോ? ഈ HDCOE നേരത്തെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ. അതിന്റെ കൂടെ കേന്ദ്ര നടപടികൾ പിൻവലിക്കുക. ആനക്കാര്യം പറയുന്നിടത്ത് ചേനക്കാര്യം പറഞ്ഞു. മണിയാഴ്ച കാശ് മേടിക്കാൻ അച്ചാരം വാങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ അങ്ങനെ പറയുന്നത് എന്താ? 0.09% ആൾക്കാരുടെ 0.09% നമ്മുടെ ആകെ വൈദ്യുതി ആവശ്യം.
ഇവിടെ ആകെ വൈദ്യുതി ആവശ്യമുള്ളതിന്റെ എത്ര ശതമാനം നിങ്ങൾ 16 രൂപയ്ക്ക് വാങ്ങുന്നുണ്ട്? ആ 16 രൂപയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ 50 പൈസയുടെ കാറ്റ്. മനസ്സിലായോ? പണ്ട് നിപ്പ വൈറസ് വിളിച്ചപ്പോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു, കേരള ജനസംഖ്യയുടെ 0.000000000001% മരിച്ചു. കൊറോണയ്ക്ക് മരിച്ച ആളുകളും 0.01% കാണുന്നു. എന്നിട്ട് നമ്മളാരും മരുന്ന് കഴിച്ചില്ലേ? ഇല്ലേ? നമ്മളാരും പ്രതിരോധ കുത്തിവയ്പ്പെടുത്തില്ലേ? 0.01 ചാകട്ടെ എന്ന് ചോദിച്ചാൽ. ഇവിടെ 3000 കോടി രൂപ ഒരു വർഷം കരണ്ട് വാങ്ങുന്നത് കൊണ്ട് കരാർ റദ്ദാക്കിയതിന് നഷ്ടം വന്നു. കരാറിന്റെ വിശദാംശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന പരിതസ്ഥിതിയിൽ ഈ വേനൽക്കാലത്ത് കരണ്ടുണ്ടാക്കുവാൻ, ഇടക്കാല കരാറുണ്ടാക്കുവാൻ നെട്ടോട്ടം പാഞ്ഞു കിടക്കുന്ന ഈ സമയത്ത് മണിയാർ 0.0009 ഇവരുടെയൊക്കെ തലയ്ക്ക് തളം വെച്ചില്ലെങ്കിൽ എങ്ങനെയാണ് കേരളം രക്ഷപ്പെടുന്നത്? അപ്പൊ ഇത് സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് റെഗുലേറ്ററി കമ്മീഷൻ, സംസ്ഥാന സർക്കാർ, ഇലക്ട്രിസിറ്റി ബോർഡ് ഇവർക്കൊക്കെ വിശദമായ നിവേദനങ്ങൾ കൊടുത്ത് പെൻഷനേഴ്സ് കൂട്ടായ്മ കോടതി എന്ത് പറഞ്ഞു? കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞത് ഇത് 60,000 മനുഷ്യരുടെ ഭാവി ജീവിതം അപകടപ്പെടുത്തുന്ന ഗുരുതരമായ അവസ്ഥയാണ്. ഇവിടെ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി അടിയന്തിരമായി ഇതിൽ ഇടപെട്ടുകൊണ്ട് 4 മാസത്തിനകം ഉത്തരവിറക്കണം. ആ 4 മാസത്തിനകം ഉത്തരവെന്ന് പറഞ്ഞാൽ മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തന സജ്ജമാക്കുവാൻ ഉപയുക്തമാകുന്ന ഉത്തരവായിരിക്കണം. കുറെ തീറ്റി കളിച്ചു. നവംബർ 1-ാം തീയതി തെളിവെടുപ്പ് നടത്തി. ഇലക്ട്രിസിറ്റി ബോർഡിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തി. കൂട്ടായ്മയും KSEB ലിമിറ്റഡും സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ഊർജ വകുപ്പ് സെക്രട്ടറിയും പങ്കെടുത്ത തെളിവെടുപ്പ് നടന്നു. ഇരിക്കപ്പുറതിയില്ല എന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ആരും സംഘടനയുണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ലാതെ, സംഘടനയില്ലെങ്കിൽ ചത്തുപോകുമെന്ന് കരുതി ഇതിനകത്ത് വന്നതും ഏതെങ്കിലും പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ അഖിലേന്ത്യാ സെക്രട്ടറിയോ ഒന്നും ആകാൻ വേണ്ടി പെൻഷൻ കൂട്ടായ്മ ഉണ്ടാക്കിയത് അല്ല. ഇരിക്കപ്പെടുന്നില്ലാഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഊർജ വകുപ്പ് സെക്രട്ടറി നടത്തിയ തെളിവെടുപ്പിൽ നൂണ്ട് കയറാൻ ശ്രമം. 10 കൊല്ലം എവിടെയായിരുന്നു? 10 കൊല്ലം ആരുടെ 16 അടി എന്തിനാ നടത്തുകയായി? ആർക്ക് പിണ്ണമൂട്ടാൻ പോയിരുന്നു? കേറാൻ പറ്റില്ല. അത് പെൻഷനേഴ്സ് കൂട്ടായ്മ കോടതിയെ സമീപിച്ച കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ ഹിയറിംഗ് ആണ്. ഹിയറിംഗ് നടന്നു. ഇലക്ട്രിസിറ്റി ബോർഡ് കരാർ ലംഘിച്ചതായി, പണം തിരിമറി നടത്തിയതായി ബോധ്യപ്പെട്ടു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ സർക്കാർ തന്ന പണം എന്ത് ചെയ്തു? ഉത്തരം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ ഫിനാൻസ് ഡയറക്ടർ ബിജുവിനില്ലായിരുന്നു. ഉത്തരവിറക്കാതിരിക്കാൻ കോടതിയിൽ നമ്മൾ എന്ത് ചെയ്തു? കോടതിയെ രക്ഷക്കേസ് കൊടുത്തു. കോടതി പറഞ്ഞു 6/9/24 മുമ്പ് ഉത്തരവിറക്കിയില്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതിയിൽ നേരിട്ട് ഹാജരാകണം. 6/9/24 ഉത്തരവ്, 8/9/24 നമ്മളോട് കേസിന് പോകരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ്. ഉത്തരവിൽ എന്താ പറയുന്നത്? ഉത്തരവ് റദ്ദാക്കണം എന്നാണ് പറയുന്നത്. എന്താ ഉത്തരവ് പറയുന്നത്? ത്രികക്ഷി കരാർ മാസ്റ്റർ ട്രസ്റ്റിന്റെ ബൈലോ പ്രകാരം, നിലവിലുള്ള ട്രാൻസ്ഫർ സ്കീം പ്രകാരം നിങ്ങൾ മാസ്റ്റർ ട്രസ്റ്റിന്റെ ബോണ്ടുകൾ തിരിമറി നടത്തിയിരിക്കുന്നു. അത് 24% പലിശയോടെ മാസ്റ്റർ ട്രസ്റ്റ് തിരിച്ചടയ്ക്കണം. അധിക ബാധ്യതയ്ക്ക് നിങ്ങൾ വാർഷിക പെൻഷൻ വിഹിതം കൊടുക്കണം. ഇതാണ് ആ ഉത്തരവിന്റെ തീരുമാനം. ഈ തീരുമാനത്തിൽ എന്താണ് അപാകതയെന്ന് ആകാശത്തേക്ക് നോക്കി പിച്ചും പേയും പറയാതെ വസ്തുതാപരമായി ത്രികക്ഷി കരാറും മാസ്റ്റർ ട്രസ്റ്റും ഉദ്ധരിച്ചുകൊണ്ട്, വ്യവസ്ഥകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഇതുവരെ നടന്നിട്ടുള്ള നടപടികൾ ഉദ്ധരിച്ചുകൊണ്ട് പരസ്യമായ ഒരു സംവാദത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടനകളും NCCOEയും തയ്യാറാണെങ്കിൽ KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ അതിനെ വെല്ലുവിളി. അതിന് തയ്യാറാകണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയാം.
ത്രികക്ഷി കരാറിന്റെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് മാസ്റ്റർ ട്രസ്റ്റിന്റെ ഡീഡ് ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ ട്രാൻസ്ഫർ സ്കീം അട്ടിമറിച്ചുകൊണ്ട് മാസ്റ്റർ ട്രസ്റ്റിന്റെ 6000 കോടി രൂപയിലധികം റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച തുക ഉൾപ്പെടെ സർക്കാർ തന്ന ഡ്യൂട്ടി തുക ഉൾപ്പെടെ കിട്ടാത്ത കാശല്ല, അനുവദിച്ച കാശാണ്. ആ അനുവദിച്ച കാശ് 6000 കോടി രൂപയുണ്ട്. 6000 കോടി രൂപ പിരിമറി നടത്തിയിട്ട് അത് അടയ്ക്കാൻ പറയുമ്പോ ഉത്തരവെന്താണ്? ഉത്തരവെന്താ? ബൂർഷ്വാസിയുടെ ഉത്തരവ്. അമ്മാതിരി പൊറാട്ട് നാടകമൊന്നും വേണ്ട, അതൊക്കെ ഏതെങ്കിലും പൊട്ടന്മാരുടെ അടുത്ത് കളിച്ചാൽ. അമ്മാതിരി നാടകമൊന്നും കൂത്തൊന്നും ഇങ്ങോട്ട് വേണ്ട, മനസ്സിലായോ? അത് നമ്മുടെ മുഖ്യമന്ത്രി പറയുമ്പോൾ ഇതൊക്കെ അവർക്കും മേലെയാണ്. അത് വേണ്ട, അത് വേണ്ട. അതിനുശേഷം ഹിയറിംഗ് നടത്തി 1/11/23 ഡ്യൂട്ടി പിൻവലിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനത്തിൽ എന്ത് ചെയ്തു? ബാക്കിയുള്ളതും കൊണ്ടുപോയി. അതായത് 15 ട്രാൻസ്ഫർ സ്കീമിൽ ഉടുമുണ്ടുപോയി. 2023 ഡ്യൂട്ടി എടുക്കാം, ഡ്യൂട്ടി എടുത്തോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഡ്യൂട്ടി നിങ്ങൾക്കുള്ള സംശയമില്ല. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ താഴെയുള്ളത് ഊരിക്കൊണ്ടുപോയി. 6/9/5 KSEB ലിമിറ്റഡ് അധിക ബാധ്യതയ്ക്ക് ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന് പറയുന്നത് കൂടി ഊരിക്കും. അങ്ങനെ ഊരൻ പണ്ട് നടന്നിട്ടുണ്ട് 2015. അന്ന് കൂട്ടായ്മ ഇല്ലായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ. ഞങ്ങളിത് അന്ന് തന്നെ അറിഞ്ഞു. 13/11/2023 കേരള ഹൈക്കോടതി ഈ വിജ്ഞാപനം ചുരുട്ടിക്കൂട്ടി സസ്പെൻഡ് ചെയ്തു, മരവിപ്പിച്ചു. അതിന്റെ പേരിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ 40,000-ഓളം വരുന്ന പെൻഷൻകാർ താൽക്കാലികമായെങ്കിലും പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ അത് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തിട്ടിപ്പോ 1 കൊല്ലം കഴിഞ്ഞു, കൗണ്ടർ അഫിഡവിറ്റ് ഇല്ല, എതിർ സത്യവാങ്മൂലം ഇല്ല. ഇറക്കിയ വിജ്ഞാപനത്തിന് വിരുദ്ധമായിട്ടാണ് 6/9 ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്താണ്? ആ പെൻഷൻ കണ്ടീഷനിലെ പെൻഷൻ നിക്ഷേപ വ്യവസ്ഥയിലെ 5ാമത്തെ വ്യവസ്ഥ ആനുവൽ പെൻഷൻ കോൺട്രിബ്യൂഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് 6/9/24 ഉത്തരവിറക്കിയത്. ആ വിജ്ഞാപനം തന്നെ ഇൻവാലിഡായി, നൾ ആൻഡ് വോയിഡായി. അതിന് വിരുദ്ധമായിട്ട് ഉത്തരവിറക്കിയത്. കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാനില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്നു നമ്മൾ കൊടുത്ത കേസൊക്കെ ശരിയാണ്, 10 കൊല്ലം ഡ്യൂട്ടി കിട്ടിയില്ലെങ്കിൽ ഉണ്ണാൻ കഴിയില്ലെന്ന് പറയുന്നു. ബോണ്ടും നടന്നു പറയും. ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ പെറ്റീഷണർക്ക് അനുകൂലമായി കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത ഏറ്റവും അവസാനം പെറ്റീഷൻ മേ ബി ഡിസ്മിസ്ഡ്. ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അതുകൊണ്ട് ഇത് തള്ളിക്കളയാണ്. എന്താണ് അവരുടെ കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തില്ല 1 കൊല്ലമായിട്ടും. അവസാനം എന്ത് ചെയ്തു? ഗസറ്റ് വിജ്ഞാപനം അനന്തമായി സസ്പെൻഡ് ചെയ്തു കോടതി. ഇനി കേസിൽ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കാതെ ഇങ്ങോട്ട് വരണ്ട എന്ന് സർക്കാരിനോട് ഈ കഴിഞ്ഞ 13-ാം തീയതി, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി കേസ് വന്നു. 2 ആഴ്ച കഴിഞ്ഞ് തരാൻ നോക്കി. എല്ലാ പ്രാവശ്യവും 2 ആഴ്ചയാണ്. അതെന്താണ് എന്റെ കണക്കൊന്നും അറിയില്ല. 2 ആഴ്ച കഴിഞ്ഞാന്ന് പറഞ്ഞു. ജഡ്ജി പറഞ്ഞു അങ്ങനെ 2 ആഴ്ച ഇനി ഒരെണ്ണേ ഉള്ളൂ. 2 ആഴ്ചക്കുള്ളിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ 30,000 രൂപ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കെട്ടിവെച്ചാലേ ഇനി കൗണ്ടർ അഫിഡവിറ്റ് എടുക്കുള്ളൂ. ഇതാണ് സർക്കാരിന്റെ അവസ്ഥ. അതിന് ഔദാര്യമൊന്നും വേണ്ട കേട്ടോ. രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാൻ കാണപ്പുറത്ത് പോയ ആളുകളാണ്. കോടതിയിൽ പോയത് വെക്കുമോ? കോടതിയിൽ പോയാൽ കോടതി നമ്മളെ പിടിച്ചു കളഞ്ഞു. അതിന് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കും. ആ ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിൽ സ്വാധീനം. എന്റെ ബെഞ്ചിലിരുന്ന് പഠിച്ച ധനകാര്യമന്ത്രിയല്ലേ ഇതിന് 1 കൊല്ലം മുമ്പ് പുള്ളി ബജറ്റില് ഡ്യൂട്ടി എടുത്തോണ്ട് പോയി, അറിഞ്ഞില്ല. ഈ 1/11/23 ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. അതിനു മുമ്പ് 2/23 9 മാസം മുമ്പ് കേരള നിയമസഭയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കണം. അതിനകത്ത് പറയുന്നുണ്ട് 1/11/23 മുതൽ 650 കോടി രൂപ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഡ്യൂട്ടി ഈ കൊല്ലം കിട്ടും, അതുകൊണ്ട് നമുക്ക് ഓണത്തിന് അഡ്വാൻസ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ആരും അറിഞ്ഞില്ല. ഇപ്പൊ ഇതാണ് അവസ്ഥ. അങ്ങനെ പണ്ട് ഉത്തരവിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞായിരുന്നു പോസ്റ്റർ. ഇപ്പൊ എന്താ? ഇപ്പോ ഊർജ വകുപ്പ് സെക്രട്ടറി ഏകപക്ഷീയമായി ഉറപ്പാക്കിയ പിന്നെന്താണ് നീതിരഹിതമായ ചുവപ്പ് കടലാസിൽ അടിച്ചിട്ടുള്ള
കറുപ്പും വെളുപ്പും ഇല്ലാത്ത ഉത്തരവുകൾ റദ്ദാക്കണം. അതിൽ ഈ 15 ഉത്തരവ് റദ്ദാക്കണമെന്ന് കൂടി ഇന്ന് പറയണം. അതുകൂടി ഒന്ന് പറയണം. അപ്പൊ ഇമ്മാതിരി ഏകാംഗ നാടകം ഒന്ന് കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇമ്മാതിരി കുമ്മാട്ടികളിയൊന്നുമില്ല. വായിച്ചു പഠിക്കണം. എന്താണ് മാസ്റ്റർ ട്രസ്റ്റ് എന്നും എന്താണ് ട്രാൻസ്ഫർ സ്കീം എന്നും എങ്ങനെയാണ് പെൻഷൻ കൊടുക്കേണ്ടതെന്നും അതിൽ സർക്കാരിന്റെ പങ്ക്. സർക്കാരിന് പെൻഷൻ മുടങ്ങിയാൽ ഇടപെടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണോ? അതിനുവേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ആള് ചത്തിട്ട് കട്ടിലേക്ക് കയറി കിടക്കാനിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയൻകാർ മനസ്സിലാക്കണം, ജീവനക്കാർ മനസ്സിലാക്കണം, പെൻഷൻകാർ മനസ്സിലാക്കണം. ഈ വൈകിയ വേളയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.